അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ സൺഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പരിപാടികൾ നമുക്ക് കുറച്ച് പ്ലാൻഡ് ആണ് കേട്ടോ. കാരണം വൈകിട്ടത്തെ, കാരണം ഇവിടെ ഞാൻ ഒന്നൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അവിടെ മുക്കാരത്തിക്കാവ് അമ്പലം ഞാൻ കാറ്റിരിക്കുക, അവിടുത്തെ പൂരാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ പോകാൻ പറ്റില്ല കേട്ടോ, വെഞ്ചേട്ടൻ വൈകി വരാൻ. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടൊന്നല്ലേ. അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നു, പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് അവിടുത്തെ പൂരാണ്, അടിപൊളി പൂരാ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇന്ന് വൈകിട്ട് എന്തായാലും പോകണ്ടായിരിക്കും. അപ്പോൾ നോർമലി നമ്മൾ എടുക്കുന്ന പോലത്തെ ഒരു സൺഡേ വ്ളോഗ് തന്നെയാവും കേട്ടോ ഇത്. അപ്പം ഇപ്പോൾ പിന്നെ ഇപ്പോഴത്തെ സമയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഞായറാഴ്ചകളിൽ ഇരിക്കുന്ന സമയം കൂടി വരുന്നുണ്ട്. മറ്റേത് 7 മണി 7:30 ആ സമയങ്ങൾക്ക് ഞാൻ എണീറ്റിരുന്നു. ഇപ്പം ഞാൻ 8:30 എണീറ്റത്. പിന്നെ ഇന്നലെ സിനിമയ്ക്ക് പോയോണ്ടാണ് അത്യാവശ്യം നേരം ഇന്നലെ ഇവിടെ വീട്ടിലെത്തുമ്പോൾ തന്നെ എത്ര 1 മണി 2 മണി അത്രയൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ വന്ന് കിടന്ന് ആ ഒരു നല്ല ഉറക്കക്ഷീണം നടന്നു കേട്ടോ. പിന്നെ മിനിഞ്ഞാന്ന് പൂരം അതിൻ്റെയും ഒക്കെ കൂടിയിട്ട് പോകണില്ല എന്ന് വിചാരിച്ചായിരുന്നു സിനിമയ്ക്ക്. പിന്നെ അവർ വിളിച്ചപ്പോൾ അങ്ങനെ പോയതാട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു, ഷോർട്സ് കണ്ടില്ലേ, അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൊണ്ടിട്ട് പോയത്. എന്നിട്ട് ഇന്നപ്പോൾ അതാ വിറ്റ് ഞാൻ ഉണ്ടല്ലോ ഉറങ്ങി കിടന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഉറക്കത്തിലിട്ടോ, ഭയങ്കര ഉറക്കത്തിൽ കണ്ണു തുറന്നപ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്ക് നല്ല വെളിച്ചം, ഒട്ടുക്കത്ത് ഇങ്ങനെ വെയിലടിച്ചിട്ട് നല്ല വെളിച്ചം. ഞാൻ കറക്റ്റാണ് ഫുൾ അടച്ചിട്ടുണ്ടായിരുന്നില്ലേ തോന്നുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടി ചാടി ഇട്ടിട്ട് ഫോൺ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു. എന്ത് ബോധത്തിലാണാവോ ഞാൻ കുറേ സമയം അയച്ചിട്ടേ നോക്കിയപ്പോൾ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മിറ്റൊന്നും അടിക്കാൻ ഞാൻ പോകണില്ല കേട്ടോ. 8:50 മണി ആവാറായില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ റോഡ് കൂടെ ആൾക്കാരൊക്കെ പോകും. അപ്പോൾ നേരം വെളുത്ത് വന്നൂല്ലേ, ഈ നേരത്തെ മിറ്റടിക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഞാൻ പഠിക്കണില്ല. അത് അടിച്ചൊരു തുടച്ചിട്ട് കുളിച്ചിട്ട് വേഗം അടുക്കളയിൽ കയറും. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറുന്ന വീഡിയോ തൊട്ടിട്ട് ഇനി എടുക്കണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെ വെക്കേണ്ടതെന്നുള്ള പ്ലാനൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ വേഗം കുളിച്ചിട്ട് അടുക്കളയിൽ കയറുമ്പോൾ അടുക്കളയിൽ വെച്ചിട്ട് ഇനി കാണാം കേട്ടോ നമുക്ക്. അപ്പം ഞാനിത് ഷോർട്സിലേക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ക്ലിപ്പ് എടുത്തതാട്ടോ. രാവിലത്തെ മോർണിംഗ് ഞാൻ മേലഴുകി ബാത്റൂമിലൊക്കെ പോയിട്ട് നേരെ അടിച്ച് തുടച്ച് കുളിച്ചിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊന്നും വീഡിയോ എടുക്കണില്ല എന്നായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഒരു കുഞ്ഞ് ഷോർട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഷോർട്സ് എടുത്തു കേട്ടോ. അപ്പോൾ അതേ കുളിച്ചു, നമ്മുടെ പുറപ്പൊക്കെ ഇട്ടു കേട്ടോ. പുറപ്പിട്ട് മീൻസ് കുറിയൊക്കെ തൊട്ടു. പിന്നെ നേരെ കിച്ചണിലാട്ടോ കയറുന്നത്. അപ്പോൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാനിന്ന് നമ്മുടെ പൂരിയും മസാലക്കറിയും ഇഷ്ടക്കറിയില്ലേ, ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളത് അതാട്ടോ വെക്കാനുള്ള പ്ലാൻ. അപ്പോൾ അതൊക്കെ വെക്കുന്നുണ്ട്. വിൻഷേട്ടൻ ഇട്ടുകൊണ്ട് തന്നെ വിൻഷേട്ടന് ചെറിയ രീതിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ. നമ്മുടെ പൂരി പരത്തുമ്പോൾ ചുട്ട് തന്നു വേഗം. അപ്പോൾ ഒപ്പത്തിനൊപ്പം വേഗം ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, നേരത്തെ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അലോവേര ജെല്ലാട്ടോ വിൻഷേട്ടൻ തലയിൽ തേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ എനിക്ക് നല്ല വൈകിട്ടുണ്ട്, ചായ കുടിക്കാനും നല്ല നേരമായിട്ടുണ്ട്. 12 മണി 11:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ചായ പോലും കുടിച്ചതിട്ടാ. ഇപ്പോൾ വിൻഷേട്ടൻ അതുകൊണ്ട് വേഗം വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സമയത്തെങ്കിലും കുടിക്കാൻ പറ്റി. പിന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ, ഒരു ഉച്ചത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അവിടെ നിന്ന് പൂരി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തേജപ്പനും വേഗം ചാടി എനിറ്റു. വിൻഷേട്ടൻ വേഗം കുളിപ്പിച്ച് പല്ലേപ്പിച്ചിട്ട് അവനെ റെഡി ആക്കിയിട്ടാ. പിന്നെ ഞങ്ങൾ നേരെ ചായ ഇരിക്കാട്ടോ ചെയ്തത്. എനിക്കായാലും തേജുവിനായാലും വിൻഷേട്ടനായാലും പൂരി ഭയങ്കര ഇഷ്ടാട്ടോ. എന്തോ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. ഗൈസ്, ഞങ്ങളുടെ ചായ കുടി കഴിഞ്ഞു കേട്ടാ. കണ്ടു ചായ കുടി കഴിഞ്ഞു. ഞങ്ങളിത് ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ സമയം ഇപ്പോൾ ചോറിനേണ്ട സമയമായിട്ടുണ്ടെന്നുള്ളൂ. നമുക്ക് 12 മണി ആയിട്ടോ. ഒരു 11:30 ആകുമ്പോഴായിട്ട് ഞങ്ങൾ ചായടി കഴിഞ്ഞത്. തേജപ്പനും എല്ലാവരും എനിക്ക് കുള്ളിയും ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്കും അത്യാവശ്യം നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച അങ്ങനെയാണ് കേട്ടോ, അത്യാവശ്യം നേരം എടുക്കും കഴിക്കാൻ. ഞാൻ ചോറിനുള്ള വെള്ളം അതേ വെച്ചിട്ടുണ്ട് കണ്ടോ. അരി ഇട്ടു കേട്ടോ, വെള്ളം വെച്ചേക്കല്ല, അരി ഇട്ടിട്ടുണ്ട്. ഇതിനി ഒന്ന് തിളച്ച ഞാൻ ജാക്സണിൽ ഇറക്കി വയ്ക്കും. എന്നിട്ട് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യായിരിക്കും. അത് കഴിഞ്ഞാൽ കൂട്ടാൻ്റെ തീരുമാനം. കൂട്ടാൻ എന്ത് വെക്കണമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എന്താ വെക്കണ്ടേ ചേട്ടാ കൂട്ടാൻ? വൈകിട്ട് മീൻകാരി ഒന്നും പറ്റില്ല. അന്ന് വൈകിട്ട് അമ്പലത്തേക്ക് പൂരത്തിന് പോകുന്നുണ്ട് അല്ലേ? അപ്പോ എന്താ വെക്കണ്ടെന്നുള്ള കൺഫ്യൂഷനാണ്. ചമ്മന്തി ഏതാൾക്കാര് കരിങ്കാളി മോട്ടറിട്ടുണ്ട്. അതവിടെ സുധ ചേച്ചി സംസാരിക്കുക.
അപ്പോൾ ഇതേ സിമ്പിളായിട്ട് ചെയ്യുള്ളൂ കേട്ടോ. പൂരം കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിച്ചാലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കാം കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് കിച്ചൺ വ്ളോഗ് എന്നത്തെ പോലെ വിൻഷാൻ്റെ കുക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. ഞാൻ തന്നെ വെക്കുന്ന വെച്ചെങ്കിൽ ഞാൻ എടുക്കണമെന്നില്ല. എൻ്റെ കുക്കിംഗ് എപ്പോഴും കാണണതല്ലേ. വിൻഷാട്ട് എന്തായാലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ചോറായ സാക്സണിൽ ഇറക്കി വെക്കണം കേട്ടോ. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. യെസ്, മാങ്ങ ഗൈസ്. അത് പൂരത്തിന് അമ്മ അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് അയച്ചിട്ടുള്ളത് ഗൈസ്. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഞ്ഞിയാണ്. കഞ്ഞിയും ഓംലേറ്റും ഇത് മാങ്ങച്ചാറും ഇത് നാരങ്ങച്ചാറും. ബിക്കോസ് ഞങ്ങൾക്ക് ഇന്ന് രാത്രി പൂരം കഴിഞ്ഞ് വരുമ്പോൾ വിൻഷേട്ടൻ മന്തി വാങ്ങിത്തരും. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് ലൈറ്റ് ഫുഡാക്കി അല്ലേ. വിൻഷേട്ടൻ ഡീസൻ്റാണ്. അച്ചാർ എങ്ങനെ ഉണ്ട് നോക്ക്. എനിക്കും വേണം എന്നിട്ട്. അത് നാരങ്ങ, മറ്റേതിർക്ക് കയ്പുണ്ടോണാവോ. കയ്പുണ്ടാവും. നാരങ്ങച്ചാർ എടുക്ക്. അല്ല, മാങ്ങച്ചാറ്. പുളിയുണ്ടോ ഗൈസ്? നമ്മൾ ഫുഡ് ഞാനും 2 വായി കഴിക്കുകയാണ്. തേജ് ഇതേ കളിക്കാൻ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. അവൻ ചായ കുടിച്ചിട്ട് പോയതാണ് അപ്പുറത്തേക്ക് കളിക്കാൻ. വാടാ. കടലലുവിയോ? ചോറിനാ കഞ്ഞി കുടിക്കാൻ വാ. തേജുവിന് കഞ്ഞി കണ്ട ദേഷ്യപ്പോ. ഇന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കഞ്ഞിയെല്ലാം കൊടുക്കുക. അപ്പോൾ തേജുവിന് ഇന്നും കഞ്ഞിയാണോ എന്നപ്പോൾ ചോദിക്കുക. പിന്നെ ഞാനും വിൻഷേട്ടൻ്റെ 2 സ്പൂണ് കഞ്ഞി കഴിച്ചു കൂട്ടാ. അപ്പോൾ നാരങ്ങച്ചാറിൽ ചെറിയ കയ്പുണ്ടായിരുന്നു. ചില ടൈമിൽ നമ്മൾ നാരങ്ങച്ചാറുണ്ടാക്കുമ്പോൾ കയ്പ് വരില്ല കേട്ടോ. ഇത് ചെറിയ കയ്പുണ്ടായിരുന്നു. പിന്നെ മാങ്ങച്ചാറ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇഞ്ചിയും മാങ്ങഞ്ചിയില്ലേ, മാങ്ങയും കൂടി ഇട്ടിട്ടുള്ള അച്ചാറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 സ്പൂൺ കഴിച്ചിട്ട് ഞാൻ വേഗം ചാടി ഇട്ടു. തേജുവിന് ഇപ്പോൾ വേണ്ടാന്നും പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്കൊരു പ്രൊമോഷൻ്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നു, കൊളാബറേഷൻ്റെ വീഡിയോ കേട്ടോ. അത് നൈറ്റ് വെയർ ആയിരുന്നു. നല്ല രസമുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരുപാട് നാളായിട്ട് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. മറ്റേന്ന് മാരേജിന് മുന്നേ, മാരേജ് കഴിഞ്ഞ സമയത്തൊക്കെ ഞാനിത് ഇതുപോലെ 3/4 ടീഷർട്ടൊക്കെ ഇട്ടിരുന്നുള്ളൂ. പിന്നെ പ്രഗ്നൻ്റ് ആയി വണ്ണം വെച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ ഈ സംഭവം ഉപേക്ഷിച്ചു കിട്ടാം. പിന്നെ ഇപ്പോൾ ഈ കൊളാബിന് ഈ സംഭവം കിട്ടിയപ്പോഴാണ് ഞാൻ ഇട്ട് നോക്കണത്. 3/4 ഇട്ടോ. മറ്റേ പാൻറ്റ് ഷർട്ട് അതൊക്കെ ഇടാറുണ്ട്. പിന്നെ ഈ മീഡിയം ടോപ്പിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഇട്ടപ്പോൾ ഞാൻ എൻ്റെ +1 +2 കാലഘട്ടം ജസ്റ്റ് ഒന്ന് ഓർത്ത് പോയിട്ട് ആ ടൈമിൽ എനിക്ക് തന്നെയായിരുന്നു പണി. ഇങ്ങനത്തെ കുഞ്ഞി മിടിയും അതുപോലത്തെ ലെങ്ത്തുള്ള ബനിയനാട്ടോ ഞാൻ ഇട്ടിടുന്നത്. ഇപ്പം ലെങ്ത്തുള്ള ബനിയൻ ഇടുമ്പോഴേക്ക് എന്തോ ഒരു കുറങ്ങട് തോന്നിയപ്പോൾ ഞാൻ മടക്കി വെച്ചോക്കുക ചെയ്തു കേട്ടോ. എല്ലാതും നല്ല അടിപൊളി കളക്ഷനുള്ളൊരു പേജായിരുന്നു കേട്ടോ ഇവരുടെ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ ഈ ഒരു വീഡിയോ അവരുടെ പേജായിട്ട് ഞാൻ കൊളാബ് ചെയ്തിട്ട് കാണാം. ദി വെസ്റ്റേൺ പാലറ്റ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ്. ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അത് എല്ലാതും ഒന്നിനൊന്ന് മെച്ചമായി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നെറ്റ് വെയേഴ്സാണ് എല്ലാതും ഉള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇടാനും ഒക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനത്തെ ടൈറ്റായിട്ടുള്ള ടൈപ്പ് സംഭവങ്ങൾ ഇടുമ്പോൾ എനിക്ക് ഇഷ്ടമായി. ഞാൻ ഇടുട്ടോ ഡെയിലി, ഇനി ഇടാലോ. അപ്പം ഞാനിത് അങ്ങനെ എടുത്ത് ഞാൻ വെച്ചുകൂട്ടാ. ഇത് ഗൈസ് എനിക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ കൊടുക്കട്ടെ, യൂട്യൂബിൽ കൊടുക്കാൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ. അവർ കൊളാബിന് എത്ര 1 2 3 4 5 നൈറ്റ് വെയേഴ്സ് അയച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനത്തെ ഇട്ടിരുന്നു കല്യാണത്തിന് മുന്നും കല്യാണം കഴിഞ്ഞ സമയത്ത്. പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ ഉപേക്ഷിച്ചതാട്ടോ ഇങ്ങനത്തെ. പിന്നെ ഇപ്പോഴാട്ടതൊക്കെ ഇട്ട് തുടങ്ങുന്നത് ഇങ്ങനത്തെയൊക്കെ. അതുവരെ മാക്സിയൊക്കെ ആയിട്ടിട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. വണ്ണം വെച്ച സമയത്ത് ഞാൻ ഫുള്ള് മാക്സി ആയിരുന്നു. പിന്നെ കുറച്ച് കുറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ നൈറ്റ് ഡ്രസ്സിലേക്ക് ഇങ്ങനെ പാൻറ്റും മരനൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അവരുടെ പേജിൽ നിന്ന് തന്നതാട്ടോ ഇത്. ഇതൊക്കെ അതാണ്. ഞാനൊക്കെ ഊരിയിട്ടിരിക്കുക ഗൈസ്. ഇത് മിഡി ടോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്നൊക്കെ ഉണ്ട്. അപ്പം അത് വിൻഷാട്ടൻ ഫുൾ വീഡിയോസൊക്കെ എനിക്ക് എടുത്തു കഴിഞ്ഞു കേട്ടോ. കുറച്ചു നേരം കിടക്കട്ടെ, ഉഷ്ണിച്ചു. വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ലേറ്റും. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ചേച്ചി ഏത് ഫോണിലാണ് വീഡിയോസ് എടുക്കണത്, എഡിറ്റൊക്കെ എങ്ങനെയാണ്. അപ്പം നല്ല വെയിലൊക്കെ ഇല്ലേ, അത് നല്ല വെയിലത്ത് പോയെന്ന് ചിലപ്പോൾ കരിവാളിപ്പ് തോന്നും. പക്ഷെ ആ ലൈറ്റിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് നിന്നിട്ട് എടുക്കണം. അപ്പോൾ നല്ല വെളിച്ചും നല്ല വെയിലൊക്കെ ഉള്ള എനിക്ക് ഉണ്ട് എടുക്കുന്ന സ്ഥലം എനിക്ക് കുറച്ചറിയാം. അവിടെ നല്ല വെയിലടിക്കും, പക്ഷെ ഒരു ഭംഗിയുള്ള വെയിലാണ് അവിടേക്ക് അടിക്കുക. അപ്പോൾ അവിടെ പോയിട്ട് മാത്രമേ ഞാൻ വീഡിയോസ് എടുക്കാറുള്ളൂ. അതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ ഈ ബാക്കിലെ സൈഡ് ഭാഗമൊക്കെ അവിടെയൊക്കെ നല്ല വെയിലടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകത ലൈറ്റാണ് നമ്മുടെ ഫേസിലേക്ക് വരിക. അപ്പം നല്ല
ക്ലാരിറ്റി കിട്ടും. ഫേസും ഡ്രസ്സും ഒക്കെ നല്ല ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റൂട്ടോ എൻ്റെ ഫോണിൽ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഷോർട്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിടക്കുകയാണ്, റെസ്റ്റ് ചെയ്യാൻ കിടക്കുകയാണ്. എഡിറ്റ് ചെയ്യാൻ കിടന്നിട്ട് ഞാൻ അവിടെ കിടന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. നല്ല ഉറക്കം ഉറങ്ങി കിടന്നിട്ട് എനിക്കാണെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങി എൻ്റെ മുഖം പെട്ടെന്ന് നീര് വന്ന പോലെ അങ്ങനെ ഊർത്ത് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉറങ്ങിയിട്ട് ഇവരാരും അതിനെ വിളിച്ചില്ല കേട്ടോ. തേജത് വിളിച്ചിട്ടുണ്ട്. തേജ് എന്തോ ബോളുകൊണ്ട് തട്ടിക്കളിക്കുമ്പോൾ സൗണ്ട് കേട്ടിട്ടാണ് ഞാനിപ്പോൾ എനിക്കത്. ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോകണ്ടേ പൂരത്തിന്. അങ്ങനെ ചായപ്പണി നോക്കട്ടെ കേട്ടോ. ഒട്ടും പോയി ചായ വയ്ക്കട്ടെ കേട്ടോ. ചായ വെച്ച് ചായ കുടിക്കട്ടെ. അപ്പോൾ വിൻഷേട്ടത്തെ പെട്ടെന്ന് ഏതോ കസ്റ്റമറെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം ഇവിടെ കറുവത്തൂർക്ക് പോവാണ് കേട്ടോ. അപ്പം ഞാൻ ചായ ഉണ്ടാക്കി വെച്ചു. ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ പഞ്ചസാര ഇട്ട ചായയാണ്. ശർക്കര കഴിഞ്ഞുകൊണ്ട് ഞാൻ ശർക്കര ഇട്ടിട്ടില്ല, പഞ്ചസാര അറിയാണ്ട് ഇട്ടു. ഇതിനും ഭേദം ഒന്നും ഇടാണ്ട് അങ്ങോട്ട് ചായ കൊടുത്താൽ മതി. അപ്പോൾ ഒരു കുറച്ച് കുടിച്ച് നോക്കിയിട്ട് എന്നിട്ട് പഞ്ചസാര ഇട്ടതാണെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വേണ്ട വന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറ്റാർവാഴ കേട്ടോ. വീട്ടിൽ നിന്ന് അമ്മ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല. അത് ഒരു ബക്കറ്റ് നിറയെ ഇത് മൊത്തം ഒറ്റ ബക്കറ്റിലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞാനത് ഓരോ പോട്ടിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇവിടെ വെച്ച് കുറച്ച് രണ്ടെണ്ണം അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ വിൻഷേട്ടൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. തേജപ്പം അപ്പുറത്ത് കളിക്കുകയാണ് കേട്ടോ. അപ്പുറത്തേക്ക് കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് അമ്പലത്തേക്ക് പോകണമല്ലോ നമുക്ക്. അപ്പം എന്നാൽ അവനെ വേഗം വിളിക്കാൻ പറയുന്നുണ്ട്. അവനെന്തേലും കൊടുക്കണ്ടേ. അപ്പോൾ വിൻഷേട്ടൻ പോണ വഴിക്ക് അവനങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞിട്ടാട്ടോ പോണത്. എന്ത് ജ്യൂസ്? വേഗം വായോ. ദേട്ടന്മാരുടെ വീട്ടിൽ നിന്ന് ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വരണത്. എന്നാലും ഞാനിതേ ചായയും ആ രാവിലത്തെ പൂരി ഇരിക്കുന്നുണ്ടായിരുന്നു, അതും കൂടി കുറച്ച് കൊടുത്തോട്ടെ. ഇനി പൂരത്തിന് പോകല, ഇനി അവിടെ കുറേ നേരം നിന്ന് വെച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിന്ന് വേഗം കുറച്ച് കൊടുത്തു. കുറച്ച് ഞാനും കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും ഇതേ വിൻഷേട്ടൻ വന്നപ്പോൾ ഈ ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഫുഡുകളുടെ പേര്, ഇങ്ങനത്തെ സംഭവങ്ങളുടെ പേരൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എല്ലാം കഴിക്കുകയും ചെയ്യും കേട്ടോ. പേരെന്താണെന്നൊന്നും ഞാൻ നോക്കാറില്ല. ഇത് ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 ഫ്ലേവർ കേട്ടോ. അപ്പോൾ അതൊന്ന് ഞങ്ങളിതേ ഇങ്ങനെ വാരിക്കൊരി കഴിക്കുന്നുണ്ട്. ഇനി ഞാൻ കുളിക്കാൻ പോവാട്ടോ. ഞാൻ വേറെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ചാർജ് ചെയ്യാൻ പോവാം. ചാർജ് ചെയ്യാൻ അടുത്താണ് ഇപ്പോൾ വേഗം എടുത്തിട്ട് ചേട്ടൻ വന്നപ്പോൾ അതൊന്നും വെറുതെ ക്ലിപ്പ് എടുത്തില്ല. കുളിച്ചിട്ട് വരാം. പിന്നെ പുറപ്പെടലല്ല ചടപടയെന്നായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഭയങ്കര വെപ്രാളായിരിക്കും. അപ്പോൾ കുറേ പേരെന്നോട് ഗെറ്റ് റെഡി ചെയ്യാൻ പറയാറുണ്ട്. പക്ഷേ തിരക്കിലായിരിക്കും. ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ടായിരിക്കും മറ്റേ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വെസ്റ്റിയോ ഡിസൈനേഴ്സിന് തന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഇതിനെ അനാർക്കലി പോലത്തെ ഒരു ഡ്രസ്സിൽ അതായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ചേട്ടൻ്റെ മാരേജിൻ്റെ തലേ ദിവസം ഇട്ടുണ്ടായിരുന്നല്ലോ, ആ ഡ്രസ്സാണ് ഇട്ടത്. ഇപ്പോൾ കുറേ നാളായി ഇട്ടിട്ടോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ എടുത്തിട്ട് നോക്കിയതാണ്. തേജപ്പത് ഓടിക്കയറി വണ്ടിയുമേ ഇരുന്നിട്ടുണ്ട്. പിന്നെ അതേ ഞങ്ങൾ പോകാൻ നോക്കി, വാതിലൊക്കെ അടച്ചു. ഞാനിത് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ആദ്യം മുമ്പിൽ കയറുന്നത്. പിന്നെ ഗേറ്റൊക്കെ അടച്ചിട്ട് നമ്മളിതേ പോവാണ്. നമ്മുടെ ബൈക്കുമേനായിട്ടാണ് പോണത്. ഇപ്പോൾ ആദ്യം നമ്മൾ പോണത് ഞാങ്ങാട്ടി മുക്കാരത്തിക്കാവ് അമ്പലത്തിലേക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്. കുറച്ച് 9:15 9 മണിക്ക് ഷോ. അപ്പോൾ അതേ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ ബ്ലോക്ക് തുടങ്ങി. മാട്ടായ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് നല്ല തിരക്ക് തുടങ്ങിയിട്ടോ. നമുക്ക് പിന്നെ ബൈക്ക് ആയതുകൊണ്ട് മാത്രം നമുക്കിതൊരു സൈഡ് പിടിച്ച് സുഖമായിട്ട് പോവാം. കാറുകാരൊക്കെ കട്ട പോസ്റ്റായിരുന്നു കേട്ടോ. എത്ര നേരം എന്നറിയോ ഇങ്ങനെ കിടക്കണത്. വലിയ വണ്ടികൾ, ബൈക്കുകാർക്ക് ഇങ്ങനെ സൈഡ് പിടിച്ചിട്ട് സുഖമായിട്ട് പോകാൻ പറ്റും. അമ്പലത്തിൻ്റെ അവിടേക്കൊന്നും വണ്ടി കൊണ്ട് നമുക്ക് അടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിനൊക്കെ കുറച്ച് മുന്നേ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മളിത് അമ്പലത്തിൻ്റെ അവിടേക്ക് കുറച്ച് നടക്കുക കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ദൂരം ഒന്നുമല്ല വെച്ചത്, കുറച്ച് മുമ്പിലായിട്ടാണ് വെച്ചത്. അപ്പോൾ അതേ പൂരത്തിൻ്റെ തിരക്കുകൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ ഭാഗത്തുമുള്ള പോലെ തന്നെ നല്ല പൂരത്തിരക്കും നല്ല കൊട്ടും എല്ലാതും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവിടുന്ന് നമ്മൾ കയറുമ്പോഴേക്കും കണ്ട ഈ ഒരു ആ കൊട്ടും കാര്യങ്ങളും കണ്ടപ്പോൾ തേജുവിന് ഇത് എന്തൊക്കെയോ വേണമെന്ന് വിൻഷാട്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെന്നിട്ട് അവന് ക്ലേ ഇല്ലേ, ക്ലേയുടെ ഒരു പാക്കറ്റാട്ടോ വാങ്ങിയിട്ടിട്ട് അടുത്ത് അവൻ എവിടെ പോയാലും നമ്മുടെ പേപ്പർ സോപ്പ് ചോദിച്ചിട്ട് നടക്കാറ്. അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം നമ്മളിത് കണ്ട് പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ ക്ലേയുടെ ഒരു ഇത് വാങ്ങി. എന്നിട്ട് നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. ഇവിടുന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി. ആദ്യമൊക്കെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് സംസാരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഒരു 4-5 വട്ടം അടുപ്പിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയോണ്ട് ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് സംസാരിക്കുമ്പോൾ എക്സൈറ്റ്മെൻ്റ് അല്ല, സന്തോഷം വരുന്നുണ്ട്. മുന്നത്തെ പോലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നില്ല. മുന്നത് ഫസ്റ്റ് ടൈം ആയതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർ വന്ന് ചിലവർ സംസാരിക്കാൻ മടിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കുറേ പേര് നമ്മളെങ്ങനെ നോക്കും, ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടാണെന്ന്. പക്ഷേ ഒരു 4-5 പേര് വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചു കേട്ടോ, 4-5 ഫാമിലി. അതിൽ ഏറ്റവും ഒരു ചെറിയ പെൺകുട്ടി വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരുമപ്പെട്ടി ആ ഭാഗത്തൊക്കെയാണ് വീടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോള് ചെറുതായിരുന്നു കേട്ടോ, അവൾക്ക് സംസാരിക്കാൻ മടിയായിട്ടാണ് തോന്നുന്നു. വേറൊരു ചേട്ടൻ വന്നിട്ട് വിളിച്ചിട്ടാണ് നമ്മളോട് സംസാരിച്ച് തുടങ്ങിയത്. ബാക്കി ഫാമിലീസ് ആട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ വിൻഷാ അവിടുത്തെ പൂരായാലും കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെ നമ്മളോട് മുന്നോട്ട് പോകാനും പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ആദ്യമൊക്കെ എനിക്ക് വീഡിയോസ് ഇടുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര നാണം പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫസ്റ്റത്തെ വീഡിയോസിലെ. എന്താ വിചാരിക്കുക, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ളതുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ വേറൊരു മൈൻഡിലുള്ള തിങ്കിങ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല കേട്ടോ. ഇപ്പം ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോസ് എടുക്കാൻ നോക്കും. ഇപ്പം ഞാൻ എപ്പോഴത്തെ കണ്ടന്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുമ്പോഴും ഞാൻ അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം ഞാൻ. അപ്പോൾ ഇത് നമ്മുടെ കരിങ്കാളി പോലത്തെ സംഭവം വന്നിട്ട് അത് കണ്ടപ്പോൾ തേജുവിൻ്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഭവം കണ്ടപ്പോൾ. കാരണം വെള്ളടങ്ങുന്ന പൂരത്തിന് കരിങ്കാളി ഓടിച്ചത് കുട്ടിക്ക് നല്ല ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇടങ്ങനിട്ടത് എന്നെ നോക്കും, പിന്നെ അവൻ തല തിരിക്കേണ്ട ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്, കുട്ടി ഇതിനെ കണ്ടിട്ടാണ് ഈ എക്സ്പ്രഷൻ ഇടുന്നത്. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിനൊന്നും പേരിക്കറിയില്ല, മറ്റേ തെയ്യം അങ്ങനത്തെ കുറേയൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ എന്തൊക്കെയോ സംഭവം ഇതാണ്. പേരറിയാത്തതുകൊണ്ടാട്ടോ ഞാൻ ഈ സംഭവം എന്നൊക്കെ പറയണത്. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പരമാവധി എല്ലാ വീഡിയോസും കവർ ചെയ്യണുണ്ട് കേട്ടോ. അപ്പം ഒരുവിധം 8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടുന്ന് പതുക്കമ്പലത്തിൻ്റെ മുറ്റത്ത് നിന്ന് നമ്മൾ അപ്പുറത്തേക്ക് കിടന്നിട്ട്. അപ്പോൾ ഞാങ്ങാട്ടി അറിയുന്നവർക്ക് അറിയണ്ടായിരിക്കും, അമ്പലമുറ്റത്ത് അല്ലാണ്ട് തന്നെ ഓപ്പോസിറ്റ് ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമുണ്ട്. നമ്മുടെ ഈ ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്കൂള്, ഞാങ്ങാട്ടി ഗവൺമെൻറ് സ്കൂളിൻ്റെ ആ ഒരു ഏരിയ കേട്ടോ. ആ ഒരു ഗ്രൗണ്ടും പറമ്പിലൊക്കെ ആയിട്ട് സെയിം ഇതുപോലെ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ആയിരിക്കും കൂടുതൽ മറ്റേ വെള്ളവും മറ്റേ ഐസ്ക്രീം അങ്ങനത്തെ കുറച്ചുകൂടി സംഭവങ്ങൾ ഉണ്ടാവുക. പിന്നെ കൈ നോക്കാതിരിക്കുന്ന അമ്മമ്മമാരെ ഒക്കെ ഇവിടെ ഉണ്ടാവും. എല്ലാ കുളികളും കൈയൊക്കെ നോക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം കൈയൊന്നും നോക്കാതിരുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് സിനിമയ്ക്ക് പോകണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്ത് വന്നിട്ട് ഇപ്പുറത്തുനിന്ന് നമ്മൾ വെള്ളം കുടിക്കാൻ വെച്ചിട്ടാണ് വരണത്. അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം കേട്ടോ ഞാനുള്ള കാര്യം പറയണേ, എനിക്ക് നല്ല തൊണ്ടവേനയും ജലദോഷമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പറ്റില്ല, അതായത് ജലദോഷമാണ് തൊണ്ടവേനയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ തണുത്തത് കഴിക്കാണ്ടിരിക്കുന്ന ആളല്ല കേട്ടോ. ഞാൻ എത്ര പനി ഉണ്ടെങ്കിലും ജലദോഷം ഉണ്ടെങ്കിലും തൊണ്ടവേന ഉണ്ടെങ്കിലും ഞാൻ തണുത്തത് കഴിക്കും. എനിക്ക് എന്തോ അങ്ങനെയാണ്. എനിക്കതുകൊണ്ട് കഴിച്ചതുകൊണ്ട് കൂടെ കുറേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. ഉള്ള പോലെ ജലദോഷവും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഞാൻ അതാന്ന് വിചാരിച്ചിട്ട് മറ്റെന്താ പറയുക കട്ട് ചെയ്യാറില്ല. തണുത്തതൊന്നും ഞാൻ ഒഴിവാക്കാറില്ല, ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുലുക്കി സർബത്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുലുക്കി സർബത്ത് ഒരു ഫ്ലേവർ തന്നെ ഉള്ളൂ, സ്ട്രോബെറിയുടെ. അപ്പം അതാണ് പറഞ്ഞിരിക്കണത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് വിൻഷേട്ടൻ പോയിട്ട് നമ്മുടെ കോളിഫ്ലവർ വർക്കില്ലേ ഇങ്ങനത്തെ ഒരു സംഭവം അത് പോയിട്ട് വാങ്ങിക്കൊടുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് വാങ്ങിയുള്ളൂ, എനിക്കധികം വേണ്ടാന്ന് പറഞ്ഞു. തേജുവിന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്കിതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ മാത്രമേ തോന്നുന്നുള്ളൂ. അപ്പോഴേക്കും അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് കുടിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ പനി പിടിച്ചിട്ട് ആശുപത്രി പോയില്ലേ ചെറുപ്പത്തിലിട്ട്, ചെറുതാവുമ്പോൾ തന്നെ ഒരു 7-8 അങ്ങനെയൊക്കെ ആ ഒരു പ്രായത്തിലൊക്കെ നമ്മൾ പനി പിടിച്ചിട്ട് അച്ഛൻ ആശുപത്രി കൊണ്ടുപോകട്ടെ ഡോക്ടറെ കാണാൻ.
എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ പോയി വരുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങും. അതിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ജീരക സോഡയും കുടിച്ചിട്ടാണ് ഞാൻ വരാറ്. ഞാനായാലും ആര്യായാലും അങ്ങനെയാണ് എൻ്റെ ഓർമ്മട്ട. ഞങ്ങളങ്ങനെയാണ് പനി പിടിച്ച് തൊണ്ടവേനൊക്കെ പിടിച്ചിട്ടാവും നമ്മൾ ഡോക്ടറെ കാണാൻ പോവുക. അവിടുന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വരുമ്പോൾ ജീരക സോഡ, നല്ല തണുത്ത ജീരക സോഡ കുടിച്ചിട്ടാണ് വരിക. അതോടുകൂടി എൻ്റെ പനി പോകും. എന്നിട്ട് അച്ഛൻ കളിയാക്കും. അച്ഛൻ ഇങ്ങനെ പറയും, വെറുതെ ഡോക്ടറെ കാട്ടാൻ പോവുകയാണ്, ആ കടയിൽ പോയിട്ടൊരു ജീരക സോഡ വാങ്ങി കൊടുത്തുള്ള പനി പോകുന്നൊക്കെ ചെറുപ്പത്തിൽ പറയാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇപ്പോഴും. എനിക്കിപ്പോഴും അതെ, പനിയോ ജലദോഷം വന്നാലും ഞാൻ തണുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. പക്ഷേ ഇതൊരു നല്ല കാര്യമല്ല എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതിപ്പോൾ കേട്ടിട്ടാരും ഇത് ഫോളോ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. എനിക്ക് ആയിരിക്കും അതെ അങ്ങനെ ഇത് തണുത്തത് കൂടുതൽ കുടിച്ചുകൊണ്ട് അങ്ങനെ ഓവറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ചെറുപ്പം തൊട്ട് ഇത് ശീലമായതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും ഇത് ചെയ്യാത്തവരൊന്നും ഇങ്ങനെ ചെയ്യരുത്. പനിയല്ലേ ജലദോഷമല്ലേ തണുത്ത് കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ചെയ്യരുത് കേട്ടോ. ശരിക്കും അത് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇപ്പോഴും അത് നമ്മൾ തേജൂനായാലും പനിയും ജലദോഷമുള്ളപ്പോൾ ഞാൻ ചീത്ത പറയുമോ തണുത്തത് കഴിക്കണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പക്ഷെ ഞാനത് ചെയ്യാറില്ല എന്നാട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പനിയും ജലദോഷമൊക്കെ ഉള്ളപ്പോൾ തണുത്തത് കഴിക്കാൻ കൊതിയുള്ളവരും തണുത്തത് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞോളട്ടെ. എന്നൊരു സമാധാനമായി. ഞാൻ മാത്രമല്ല ഇങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലാക്കാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മളിനി നേരെ പോണത് നമ്മുടെ സിനിമയ്ക്ക് പട്ടാമ്പി അലക്സിലേക്കായിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ പോകുമ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ചെറിയത് കേട്ടോ. പൂരം കഴിഞ്ഞതിൻ്റെ പോക്കും വരവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയൊരു ബ്ലോക്കിൽ കിട്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ പൂരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഈ തെയ്യക്കാരില്ലേ, അതിലൊരു ചേട്ടൻ എനിക്ക് ടാറ്റ തന്നു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വിൻചേട്ടനോട്, ആ ചേട്ടയ്ക്ക് ടാറ്റ തന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നാണ് കുറച്ച് നീങ്ങിയ ഒരു കൂൾ ബാറിൽ കയറി വീണ്ടും. കാരണം എനിക്ക് വെള്ളം ഭയങ്കര ദാഹം. നമ്മളെ വെറും ഇത് മാത്രമേ കുടിച്ചുള്ളൂല്ലോ. അപ്പോൾ വിൻചേട്ടന് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ വെള്ളം കുടിച്ചാൽ എൻ്റെ വിശപ്പ് ഏത് വഴിക്കാൻ പോകുക എനിക്കറിയില്ല. എനിക്ക് തണുത്ത വെള്ളം എന്തെങ്കിലും ജ്യൂസ് കിട്ടിയാൽ എനിക്ക് വിശപ്പൊക്കെ പൂട്ടാം. അപ്പോൾ വിൻചേട്ടൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വിൻചേട്ടൻ പറഞ്ഞു, നീയല്ലേ പറഞ്ഞ് രാവിലെ മന്തി കഴിക്കണം രാത്രി എന്നൊക്കെ, എന്നിട്ട് ഇപ്പോൾ നിനക്ക് വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ വെള്ളം കുടിച്ചപ്പോൾ എൻ്റെ വിശപ്പൊക്കെ മാറി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വല്ല സോഡ സർബത്ത് വാങ്ങി തന്നാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചീത്ത കിട്ടു. അപ്പോൾ വിൻചേട്ടൻ എന്തെങ്കിലും കഴിക്കാൻ പറയും. എന്നോട് വീണ്ടും വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും വേണ്ടാന്ന് പറഞ്ഞു. അവസാനം എന്നിട്ട് എനിക്കൊരു മൊജിറ്റോ നമ്മുടെ എന്തോ ഒരു ഫ്ലേവർ മൊജിറ്റോ പറഞ്ഞു. ആ മൊജിറ്റോ കാത്തിട്ടടിക്കണത്. പിന്നെ വിൻചേട്ടനൊരു ഷെയ്ക്കും എന്തോ കഴിക്കാൻ വേറെ പറയും ചെയ്തിട്ട്. അപ്പോൾ തേജുവിനെ അവിടുന്ന് വാങ്ങിയ കുഞ്ഞി കാറാണ് കേട്ടോ. കണ്ണ് പൊടിയിടാൻ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഒപ്പിക്കും തേജുവിനെ. അപ്പോൾ അതേ മൊജിറ്റോയും ഈ ഒരു ഷെയ്ക്കും. ഇതെന്താ ഷെയ്ക്ക് എന്നൊക്കെ അറിയില്ല. പിന്നെ വിൻചേട്ടൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഐറ്റം എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ തേജുവാണ് ആദ്യം ഷെയ്ക്ക് പിടിച്ച് വലിച്ചിട്ട്. അവൻ വിശക്കണില്ല, അവനൊന്നും വേണ്ടാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷെയ്ക്ക് കൊടുന്ന് വെച്ചപ്പോൾ ഒരൊറ്റ വലിയാണ് അവൻ്റെ അടുത്തേക്ക് ഷെയ്ക്ക്. ഇപ്പോൾ വിൻചേട്ടന് ആരായി. ഞാനും അതേട്ടോ ഒറ്റ വലിക്ക് മൊജിറ്റോ കുടിച്ച് തീർക്കാൻ നോക്കിയിട്ടോ. എനിക്ക് തണുത്തതും, അതായത് ഈ ജലദോഷമൊക്കെയുള്ള സമയത്ത് തണുത്തതും ചൂടുള്ളതും ഒരുപോലെ ഞാൻ കുടിക്കും. രണ്ടും ഈക്വലായിട്ട് ഞാൻ കുടിക്കൂട്ടോ. കൂടുതൽ ചിലപ്പോൾ തണുത്തതാണ് കുടിക്കാമെന്ന് മാത്രം കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ നേരെ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു. എവിടേക്ക്? നമ്മുടെ അലക്സിലേക്കാട്ടോ പോണത് സിനിമയ്ക്ക്. അപ്പം നമ്മുടെ അവിടുത്തെ പൂരത്തിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊരു ഡ്രസ്സ് എടുത്ത ഷോപ്പ് കാട്ടില്ല. അത് ഇതാണ് കേട്ടോ, ടീനേജ് എന്ന് പറഞ്ഞിട്ടുള്ള പട്ടാമ്പി ഉള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. മേലെ പട്ടാമ്പി കേട്ടോ, ഇമ്മാനുവലിൻ്റെ ഒക്കെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ അലക്സിലെത്തി. ഞങ്ങളാട്ടോ ഫസ്റ്റ് എത്തിയ ആൾക്കാർ. പാറും മനോജേട്ടനൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. 9 മണി 9:05 എത്തി തോന്നുന്നു. 9:15 ഷോ. അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തേജപ്പൻ്റെ ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞു. എൻ്റെ പിന്നാലെ എന്നെ അടിക്കാൻ ഓടി വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ കിടന്ന് അങ്ങോട്ടും കൂടെ ഒക്കെ ഓടുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വീണപ്പോൾ മുട്ട അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. കാരണം വീണുവൻ കരഞ്ഞു, ചെറുതായിട്ട് വീണതാവുമെന്ന് വിചാരിച്ച്. പക്ഷെ കുറേ കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് കയറി ഇരിക്കുമ്പോഴാണ് അവൻ്റെ മുട്ട് പൊട്ടിക്കണത് നമ്മൾ ശ്രദ്ധിച്ചത് കേട്ടോ. ഇവിടെ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അവനെ കളിയാക്കാണ്, സാരില്ല, അയ്യോ നീ എന്നെ പിടിക്കാൻ വന്നിട്ടല്ലേ വീണത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവനെ നിന്ന് കളിയാക്കണത് കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ ഷോള് പിടിച്ചിട്ട് വലിക്കാൻ വരാതെ നടന്നു കേട്ടോ കളി. അങ്ങനെയായിരുന്നു അവൻ കളിച്ചിടുന്നത്. പക്ഷെ മുട്ടുകുട്ടിയുടെ കാര്യമായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവരെന്നെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറിയിട്ടാ. അവിടെ ഇരിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അതേ കയറി. പക്ഷെ തേജു എന്നോട് ശരിക്കും പിണങ്ങിട്ടോ. അവനോട് മിണ്ടണില്ല. ഞാൻ എന്നെ പിടിക്കാൻ വന്നപ്പോഴല്ലോ വീണത്. അപ്പം എന്നോട് പിണങ്ങാണ്. അപ്പം ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് ടാറ്റ കാട്ടിയിട്ട് അവനെ ഇങ്ങനെ കൂളാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴും അവൻ എന്നോട് മിണ്ടണില്ല കേട്ടോ. പിൻഷേട്ടനാണെങ്കിൽ ഞാൻ തിരിഞ്ഞാലും പറഞ്ഞാലും വീഡിയോസ് എടുത്ത് തന്നിട്ട് ഇങ്ങനെ മെഴുകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫോണ് തട്ടിപ്പറിച്ച് വാങ്ങി. അവിടെ നിന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാറും വിഷ്ണുവേട്ടനും കൂടി വന്നു. അങ്ങനെ ഇതേ ഞങ്ങളെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി സിനിമയൊക്കെ തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി പടമായിരുന്നു. നമുക്കിങ്ങനെ കണ്ടിരിക്കാം. അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലാട്ടോ നമ്മുടെ
മനോജേട്ടൻ വന്ന് പടം തുടങ്ങി കുറച്ചായപ്പോഴായിട്ട് ആൾ വന്നത്. ആൾക്ക് ബ്ലോക്ക് കിട്ടി. അപ്പോൾ ഒരു കാറിലായതുകൊണ്ട് തന്നെ ബ്ലോക്കിൽ ഒരു രക്ഷയിൽ കുറേ നേരം നിൽക്കേണ്ടി വന്നു. 5-10 മിനിറ്റ് ലേഖായി ഉണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവെല്ലായപ്പോൾ തേജ് ഇതേ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കൊടുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പടം കഴിഞ്ഞിട്ട് ഇതേ ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ ഫാമിലിയേക്കാൾ കൂടുതൽ ചെറിയ ഫ്രണ്ട്സായിട്ട് വന്ന പയ്യന്മാരായിരുന്നു കേട്ടോ കൂടുതലും. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്, ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരോർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇത് ആനേനെ കണ്ടു കേട്ടോ. ഒരു ആനേനൊന്നുമല്ല, കുറേ ആനകൾ ഇതേ പൂരം കഴിഞ്ഞിട്ടും പൂരത്തിനൊക്കെ കൊണ്ടുപോകുന്ന ആനയെ തോന്നുന്നു. നേർച്ചയ്ക്കൊക്കെ വണ്ടിയിൽ ഇങ്ങനെ ആനകളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ കിഷോറും മിൻഷേട്ടൻ്റെ വേറെ ഫ്രണ്ട്സും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് കുറച്ച് നേരം നിന്ന് വർത്താനം പറഞ്ഞു. നമ്മുടെ പൂരത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല, അവരായിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്തോ ഫുഡ് കഴിക്കാൻ വന്നേക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവർക്കും ടാറ്റ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുക്കാർത്തികാവ് അമ്പലത്തിൽ നാടകം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പൂരം കഴിഞ്ഞിട്ട് 10 മണിക്കൊക്കെ ആകുമ്പോൾ നാടകം ഉണ്ടാവുമല്ലോ, ആ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് സ്ലോ ആക്കി, ഇറങ്ങിയൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം നേരം ആയുമല്ലോ. അപ്പോൾ ഞങ്ങളൊന്ന് സ്ലോ ആക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി. പക്ഷെ റോട്ടിൽ നമ്മുടെ എന്താ പറയുക ഓരോന്നൊക്കെ വിൽക്കണ കടയില്ലേ പൂരപലഹാരങ്ങളൊക്കെ, അവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഏരിയയിൽ അടുത്ത പൂരത്തിൻ്റെ ഒരുക്കാണ് കേട്ടോ അത്. വട്ടുള്ളിക്കാവ് അമ്പലത്തിലെ പൂരാണ്. ചൊവ്വാഴ്ച കണ്ടാൽ തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ അതേ അലങ്കാരപ്പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ആ പൂരത്തിന് പോകണമെന്നുണ്ട്. ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ വട്ടുള്ളിക്കാവ് അമ്പലത്തിലെ പൂരത്തിന്. ഞാങ്ങാട്ടി, അതുപോലെ ചാലിശ്ശേരി, പിന്നെ കോയങ്കാവ്, പിന്നെ അവിടെ അടുത്തുള്ള എല്ലാ അമ്പലത്തിലും പുതുക്കുളങ്ങരക്കാവ്, ഇതൊക്കെ നമ്മുടെ അടുത്തടുത്ത് ഒരുപാട് അമ്പലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പൂരം സീസണായ ഗ്യാപ്പ് ഇട്ടിട്ട് പൂരങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോവാറുണ്ട്. ഇപ്രാവശ്യം പോകാൻ പറ്റണമെന്നാണ്. അങ്ങനെ അതേ നമ്മൾ വീട്ടിലെത്തി ഞാൻ മേലൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഇത് നമ്മൾ കെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ സൺഡേ വ്ളോഗ് നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വ്ളോഗും ഷോർട്സൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ.